ആരപ്പാ? രതി നിർവേദത്തിലെ രതി ചേച്ചിയോ? അതോ കരീന കപൂർ ആയിട്ടാണോ തോന്നുന്നേ? ഓഹോ, കരീന കപൂർ. ഇടി കേരളത്തിലെ പിള്ളേർക്ക് ഇന്നും ഹരം ജയഭാരതി ചേച്ചി തന്നെ. ആണോ? ആരെയാ പപ്പുവിന് വശീകരിക്കേണ്ടത്? ചേച്ചി. ഹലോ ഹലോ, ഏയ് കാലത്തെ സൂചിച്ചിരിക്കാതെ പോയി ചായ എടുക്കടി. എനിക്ക് കക്കൂസി പോണം. കക്കൂസി പോണം. ഇങ്ങനെ അൺറൊമാൻറ്റിക്. ഹലോ മാഡം, ഞാൻ റൊമാൻറ്റിക് ആണോ എന്ന് നീ ഇന്നലെ കണ്ടല്ലേ? മാത്രമല്ല സമയം 6:30 ആയതേ ഉള്ളൂ. മനസ്സ് വെച്ചാ ഒരു 2020 സ്കോപ്പ് ഇനിയുണ്ട്. 2020 ജീവിതം തെണ്ടി തെണ്ടി ആവുന്നതിന് മുൻപ് മോൻ കുളിച്ച് ജോലിക്ക് പോവാൻ നോക്ക്. ഏറ്റില്ല. ആൽബി, എന്റെ പാസ്പോർട്ട് റിന്യൂ എന്നെ തന്നിട്ട് എത്ര ദിവസമായി? ഇന്നെങ്കിലും അത് കൊടുക്കണേ. ആ, നമ്മുടെ മുംതാസ് വീണ്ടും പ്രസവിച്ചു. കൊച്ചിനെ കാണാൻ ഒരു ഗോൾഡ് റിംഗും വാങ്ങി നമുക്ക് പോകേണ്ടതാ. രൂപ 3000 പൊട്ടും. നിന്റെ മുംതാസ് ഇതും കൂടി ചേർത്ത് എത്രാമത്തെ തവണയാ? ഒന്നുകിൽ അവളോട് ഇത് നിർത്താൻ പറയണം, അല്ലെങ്കിൽ അവളുടെ ഗൾഫിലുള്ള കെട്ടിയവനോട് ഇങ്ങോട്ട് വരരുതെന്ന് പറയണം. ഓരോരുത്തന്മാർക്ക് ഇതൊരു തൊഴിലാ, കാശ് പോകുന്ന മറ്റുള്ളവരുടെ. യോ, ലൈവിന് ടൈമായി. ഇന്ന് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഉള്ളതാ. വേം വിട് പോ പോ പോ. അതെ, വാലന്റൈൻസ് ഡേക്ക് പറയാനായിട്ട് എന്തെങ്കിലും കുറച്ച് സ്പെഷ്യൽ സെന്റൻസ് പറഞ്ഞു തരുമോ? അയ്യോ, നേരത്തെ നീയല്ലേ പറഞ്ഞ ഞാൻ റൊമാൻറ്റിക് അല്ലെന്ന്. അതുകൊണ്ട് നമ്മള് പറഞ്ഞ ശരിയാവില്ല. ഓ ചേച്ചി, എന്താ? ഞാൻ ആലോചിക്കട്ടെ. ലൈവിന് മുമ്പ് നിന്റെ മൊബൈൽ ചെക്ക് ചെയ്യേ. ശരിക്കും? I know you will do it. Thank you. Bye bye. എന്നതാണ് ആൽബി, നിന്റെ കമ്പനിയിൽ പുതിയ കാറ് ബുക്ക് ചെയ്തിട്ട് മാസം 3 ആയി. ഇപ്പൊ ഉടനെ എല്ലാം കിട്ടുമോ? റോയ്, മറ്റൊരു കാര്യം സീരിയസ് ആണ്. ഞാൻ കോള് കോൺഫറൻസ് ചെയ്യാണ്. അളിയെ പറയേ. കോൾ കോൺഫറൻസിങ്. ഈ മദ്യനിരോധന പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഗംഭീരാക്കണം. മാത്രമല്ല മുഴുവൻ ചെറുപ്പക്കാരെ ഇതിനകത്ത് കൊണ്ടുവരണം. അതായിരിക്കും നമ്മുടെ പരിപാടി. മനസ്സിലായില്ലേ? ആ, ഇതോട് ഇതവിടെ കൊണ്ടുവച്ചേക്ക്. അവിടെ കേട്ടാ. എന്താടാ അൽബി? പിന്നെ നിങ്ങളെല്ലാരെയും വിളിച്ചത് ഒരു കാര്യം പറയാനാ. വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവളെ കണ്ടു. ആരെ? നിമ്മിയെ. എടാ, എന്നിട്ട് നീ എന്ത് പറഞ്ഞു? എന്നെ അവള് കണ്ടില്ലടാ. കണ്ടാലും കണ്ടില്ലെന്ന് അവൾ നടിക്കും. പിന്നല്ലാതെ, ഒരു കാലത്ത് കോളേജിലെ ദ മോസ്റ്റ് എൻവിഡ് ലവേഴ്സ്. കോളേജിലെ ലാസ്റ്റ് ഡേയും കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോഴേ നിന്റെ കാര്യം വീട്ടിൽ പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടാ അവള് പോയത്. കാത്തിരുന്ന് നിനക്ക് കിട്ടിയതോ അവളുടെ കല്യാണ കത്തും. ആൽബി, ഡു യു സ്റ്റിൽ ലവ് ഹർ? ജീവിതത്തിൽ ആദ്യം എന്ന വാക്കിന് വല്ലാത്തൊരു അനുഭവമാണുള്ളത്. ചിലർക്കത് സന്തോഷമായിരിക്കും. കോളേജിൽ പഠിക്കുമ്പോൾ ആദ്യമായി ഇഷ്ടം തോന്നുന്നൊരു മുഖം കാണും. അങ്ങനെ ഒരു മുഖം മനസ്സിൽ ഒന്നേ കാണും. ഇനി എത്ര മുഖങ്ങൾ കണ്ടു മറന്നാലും.
കുറെ നാളായി അളിയൻ അവളെ വായി നോക്കി നടക്കുന്നു. സത്യം പറയലിയ, നിനക്കവളെ വളയ്ക്കണോ? പക്ഷേ അവളെന്നെ നോക്കണ്ടേ? അതിനെ നീ അവിടെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ നേരെ നോക്കണം. അല്ലാതെ അവിടെ കുളിച്ചും കാണുന്ന പോലെ ഒളിഞ്ഞും പാത്തും നോക്കിയ കാര്യം നടക്കില്ല കൂട്ടുകാരെ. എന്നാ ഒരു ഐഡിയ പറഞ്ഞാ. ഐഡിയ അല്ലേ? ദാ, ഞാൻ പറഞ്ഞു പറഞ്ഞു. അത് കൊള്ളാം. അത്രേ ഉള്ളൂ. അപ്പൊ കാര്യമൊക്കെ സത്യം. ഓ ദൈവമേ, എന്താ ഇവനെന്താ ഒന്നും മിണ്ടാത്തത്? ഇനി ഊമയാന്ന് കരുതി പിച്ചു കൊടുക്കായിരുന്നു മതിയായിരുന്നു അവള്. എന്തു പറ്റി? വെള്ളം വേണോ? ഇനി അവളുടെ ചോറ് മേടിച്ച് കഴിക്കുവോ തെണ്ടി? ആൽബി എന്നല്ലേ പേര്? കോളേജിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കൊറേ നേരമായിട്ട് ഇവിടെ നിൽക്കാം. ഒരു ബസ്സും വന്നില്ല. വിരോധമില്ലെങ്കിൽ ആൽബിക്ക് ഒരു ലിഫ്റ്റ് തരാൻ. കണ്ടോ, ഞാൻ പറഞ്ഞു കൊടുത്ത ഐഡിയ വലിച്ചു. അവൾ അവന്റെ ബൈക്കിൽ കയറി പോവാൻ പോവാ. അമ്മുമ്മേ, ഇതെന്റെ ഫ്രണ്ട് ആൽബി. അമ്മുമ്മ ആൽബി എവിടെ വേണമെങ്കിലും കൊണ്ടുവിടും കേട്ടോ അമ്മുമ്മേ. ആൽബി, ആക്ച്വലി ഞാൻ ഇതിലെ വന്നപ്പോ ബസ് കിട്ടാതെ ഈ അമ്മൂമ്മ ഇവിടെ തളർന്നിരിക്കായിരുന്നു. പ്രായം ചെന്നവരെ എങ്ങനെ സഹായിക്കണം എന്നാ പപ്പ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ശരിയല്ലേ ആൽബി? വളരെ ശരിയാ. സൂക്ഷിച്ചിരിക്കണേ. എടാ, അവൻ ആളും മിടുക്കനാ. അവളെ മാത്രമല്ല അവളുടെ അമ്മൂമ്മയെ വളച്ചു. ആൽബി, ഇതൊന്നും ഇവിടെ വെച്ചോട്ടെ. ഓ. എന്നാ പോയിട്ട് വാട്ടോ. See you, ആൽബി. ബൈ. അമ്മുമ്മേ, ബൈ. കാണാട്ടോ. ആൽബി, ഇനി മുതൽ എന്നെ കാണുമ്പോ മറിഞ്ഞു നിൽക്കണ്ട. യു ആർ സോ ഗുഡ്. ഐ ലൈക്ക് യു. டேய் முருகேஷ், என்ன பிரச்சனை? ഉനക്കൊന്നും தெரியாதா? നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റെല്ലയില്ലേ, അവളെ ഇന്നലെ ബാക്ക് യാർഡിൽ വെച്ച് ഏതോ സ്ട്രേഞ്ചേഴ്സ് അറ്റാക്ക് ചെയ്തു. കേസ് മറ്റേതാ, റേപ്പ്. എന്നിട്ട് അവന്മാരെ കിട്ടിയോ? ഇല്ല, കോയമ്പത്തൂർ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഇന്ന് കോളേജ് സ്ട്രൈക്കാ. നിങ്ങൾ വരുന്നില്ലേ? നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ വന്നേക്കാം. വരട്ടെ. എന്നാലും എന്റെ അളിയ, ഇത് കുറച്ച് കഷ്ടമായിപ്പോയി. എടാ, അവനോട് പോയി ആൽബി. നാളെ കോളേജ് ലാസ്റ്റ് ഡേറ്റ് അല്ലേ? അവനാ പെണ്ണുമായിട്ട് അവിടെ എങ്ങനെ പൈങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. മറിഞ്ഞിരുന്ന് കണ്ടപ്പോ നേരിട്ട് നോക്കാൻ പറഞ്ഞു. നേരിട്ട് കണ്ടപ്പോ മനസ്സ് പ്രണയിക്കാൻ പറഞ്ഞു. എന്നിട്ടിപ്പോ വീണ്ടും മറയല്ലേ താൻ. വീട്ടിലെത്തിയാ നമ്മുടെ കാര്യം കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരാളുണ്ട്. പെണ്ണിന്റെ ആസ്തി നോക്കി പ്രേമിക്കുന്ന ഈ കാലത്താണ് താൻ തന്നെ ഡീറ്റെയിൽസ് ഒക്കെ സസ്പെൻസ് ആക്കി വെക്കുന്നത്. എന്റെ പപ്പയ്ക്കും മമ്മയ്ക്കും അപ്പുറമുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട്. ആര്? ഒരു ദിവസം ഞാൻ ആളെയും കൂട്ടി ആൽബിയെ കാണാൻ വരും. അപ്പ അറിഞ്ഞാ മതി ആരാണെന്ന്. ഓക്കെ. ചേട്ടാ, എരൂര് വരെ പോകാം. തീരദേശത്ത് കാറ്റിന്റെ സ്ഥിതിഗതികൾ പരിശോധിച്ച് സാധ്യതകളെന്നും മന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. തൃശൂരിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി പണം കവർച്ച. ഞാനൊന്ന് തൃശ്ശൂർ വരെ പോവാ. ഹെഡ് ഓഫീസിൽ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. തിരുവാങ്കുളം സ്വദേശിയായ ടാക്സി ഡ്രൈവർ ശ്യാമിനെയാണ് സംഘം തട്ടിക്കൊണ്ടുപോയത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഒളിമ്പിക്സിൽ സ്വർണ്ണമൊന്നും നേടാതെ ഇന്ത്യ മടങ്ങി.
ഇന്ത്യ ഒരു സ്വർണ്ണം എടുക്കുന്ന കണ്ടിട്ട് ചത്താ മതിയായിരുന്നു കുടിക്ക്. ഇവനൊക്കെ തോറ്റിട്ട് വരുമ്പോ ജ്വല്ലറിന്ന് സ്വർണം വാങ്ങിച്ചു കൊടുക്കാന്ന് വെച്ചാ സ്വർണത്തിനും വില കൂടിയേ. എന്നിട്ടാ ഇപ്പൊ ചെയ്യുക. ചേട്ടാ കാശ്. എന്തിട്ടായി നോക്കണേ? അല്ല, ഇന്നലെ രാത്രി എന്റെ സ്കൂട്ടർ ഇവിടെ വെച്ചിരുന്നു, ഇപ്പൊ കാണാനില്ല. നല്ല കാര്യായി. വീട്ടിൽ കയറി മോഷ്ടിക്കണ കാല പിന്നല്ലേ. അല്ല, രാത്രി എന്താ ഇവിടെ സ്കൂട്ടർ വെച്ചേ? അത് ഇന്നലെ ഒരു അത്യാവശ്യത്തിന്. ഗഡികൾ എത്തിയല്ലോ. ഇനി കാര്യം അങ്ങോട്ട് പറഞ്ഞു. നമസ്കാരമുണ്ട് സാറേ. ഈ ഗഡീന്റെ സ്കൂട്ടർ കാണാനില്ല. അക്ക അന്നാലും കിടപ്പാടാ. ഇപ്പൊ ഇവിടെ നിന്നിരുന്നു.